മലബാർ സഭയിൽ ഈ വർഷം നമ്മൾ സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ വീടുകളെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ ശാക്തീകരിക്കാൻ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഓരോ സ്ത്രീകളും. അത്തരത്തിൽ സ്വയം സംരംഭകരായിട്ട് നാടിനും സമൂഹത്തിനും ഒപ്പം വീടുകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംരംഭകരെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമ്മളോടൊപ്പം ഒരു ടീച്ചർ, ഒരു അധ്യാപിക ചേരുകയാണ്. അധ്യാപിക എന്നതിലുപരി വളരെ മനോഹരമായിട്ട് തൻ്റെ സംരംഭം വിജയകരമായിട്ട് 6 വർഷത്തിലുപരി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. നമുക്ക് പരിചയപ്പെടാം. ടീച്ചറെ, പേര് എവിടുന്നാണ്? ശൈല ജെയിൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ കുറുമ്പനാടത്തു നിന്നാണ് വരുന്നത്. ടീച്ചറിൻ്റെ ബിസിനസ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒരു അധ്യാപികയായിരുന്നു, ഒപ്പം ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രൊഫഷനാക്കിയുള്ള ആളാണ്. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ചൊന്ന് പറയാം. ഞങ്ങൾ കൃഷിക്കാരാണ് ബേസിക്കലി. അപ്പോൾ നമ്മളുടെ കൃഷിയിടത്തിൽ നിന്നുള്ള സാധനങ്ങൾ ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുവാണ്. ഇപ്പോൾ തേങ്ങയാണെങ്കിൽ തേങ്ങയ്ക്കകത്തുനിന്ന് ചമ്മന്തി, ഉരുക്ക് വെളിച്ചെണ്ണ, ഹെയർ ഓയിൽ, ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളുടെ തന്നെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തേനാണെങ്കിൽ തേൻ നെല്ലിക്ക, തേൻ വെളുത്തുള്ളി, ഇങ്ങനെ തേൻ പ്രൊഡക്ട്സ് കുറേ ചെയ്യുന്നുണ്ട്. പിന്നെ ചക്കയുടെ ആണെങ്കിൽ ചക്ക പ്രൊഡക്ട്സ്, ചക്ക വറുത്തത്, ചക്ക വിളയിച്ചത്, ചക്കയുടെ സീസൺ ആകുമ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്യും. പിന്നെ കപ്പയാണെങ്കിൽ കപ്പപ്പൊടി, വാട്ടുകപ്പ, ഇങ്ങനത്തെ എല്ലാം ചെയ്യും. പിന്നെ മസാലകൾ, സ്പൈസസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ മഞ്ഞൾപ്പൊടിയാണിത്. കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങളുടെ തന്നെ പ്രോഡക്ട്സ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ സൺഡ്രൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. എടുത്ത് കാണിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന്. ചക്കപ്പഴം ഉണങ്ങിയതാണിത്. ചക്കപ്പഴം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇത് കഴിക്കുന്ന താല്പര്യമുള്ളവരുണ്ട്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ എനിക്ക് ഓർഡർ വരാറുണ്ട്. മിസ്സിന് എങ്ങനെയാണ് ഈ ഒരു ആശയം മനസ്സിലേക്ക് വന്നത്? ഇങ്ങനെ നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഇത്രയും നല്ല പ്രോഡക്ട്സുകളിലേക്ക് എത്താം, ഇത് ആളുകളിലേക്ക് എത്തിക്കുക, അതൊരു ബിസിനസ് ആക്കാം എന്നുള്ളൊരു ആശയം. ഇത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് ഞങ്ങൾ കൃഷി ചെയ്യും, ജോലിക്കാരെ നിർത്തി കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ പണികൂലി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് വരുമാനമൊന്നും വരുന്നില്ല. അപ്പം എൻ്റെ മോളും ഒക്കെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്കിങ്ങനെ ഈ സാധനങ്ങൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് നോക്കിയാലോ, അങ്ങനെ ഒരു ഐഡിയ ആണ് നമുക്ക് തോന്നിയത്. പിന്നീട് ഞങ്ങൾ ചെറിയ തോതിൽ തുടങ്ങി അത് വൻതോതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നാൾ അധ്യാപികയായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. ഈ അധ്യാപനത്തോടൊപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും, ഒപ്പം ഒരു വീട്ടമ്മയാണ്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഒരു അമ്മയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഇത് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു, നാട്ടിൽ വന്നു. അദ്ദേഹത്തിനും കൃഷിയോട് താല്പര്യമാണ്, മക്കൾക്കും അതെ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പുളിയൊക്കെയുള്ള സീസൺ ആണെന്നുണ്ടെങ്കിൽ പുളി ഞങ്ങളിരുന്ന് കുത്തി അങ്ങനെയെല്ലാം പ്രോസസ്സ് ചെയ്ത് അത് എടുക്കും. അങ്ങനെ ഓരോ സാധനങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യുന്നത്. പൂപ്പൊടിയൊക്കെയാണ് ഒത്തിരി പണിയുള്ള പരിപാടിയാണ്. അതൊക്കെ ഞങ്ങൾ അരയ്ക്കുന്നതും ഉണങ്ങുന്നതും എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്നുള്ളവരെയും കൊണ്ട് പാക്കറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾ മരുന്ന് സാധനങ്ങളെല്ലാം വളരെ ഹൈജീനിക്കായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു കോൺഫിഡൻസ് കുറവാണ്. ഈ കൂവപ്പൊടി ഇങ്ങനത്തെ ഉള്ള ഒന്നും വേറെ ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല, നമ്മൾ തന്നെ ഉള്ളൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ മിസ്സേ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡിങ്, നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെയിൽസ് നടത്തുന്നത്? പ്രധാനമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണോ അതോ ഡയറക്റ്റ് കോൺടാക്റ്റ് ആണോ, എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽസ്? ഇത് കൂടുതൽ എനിക്ക് വെബ്സൈറ്റും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലും വരുന്ന കസ്റ്റമേഴ്സ് ഇങ്ങനെ അറിഞ്ഞു കേട്ട് വരുന്നവർ, എൻ്റെ പരിചയത്തിലുള്ള ഫ്രണ്ട്സ്, നമ്മളുടെ അയൽവക്കത്തുള്ളവർ, അങ്ങനെയുള്ളവരാണ് എൻ്റെ കൂടുതലും കസ്റ്റമേഴ്സ്. സ്ട്രേഞ്ചേഴ്സ് വളരെ കുറവാണ്. അതെ. നമ്മുടെ ബ്രാൻഡിൻ്റെ പേരെന്താണ്? നമുക്ക് അതറിയാനാണ്. ജെയിൻ നാച്ചുറൽ പ്രോഡക്ട്സ് എന്നാണ് പേര്. ഈ പേര് എനിക്ക് കിട്ടാഞ്ഞിട്ട് എന്തിനാ പേരിടുമെന്ന് പിള്ളേരോടെല്ലാം നമ്മളിങ്ങനെ ആലോചിച്ചു. പക്ഷേ ആരും പേര് സജസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ശൈല ജെയിൻ മാത്യു എന്നാണ്. എൻ്റെ മിഡിൽ നെയിമാണ് ഈ പറയുന്ന ജെയിൻ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ പേര് തന്നെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ജെയിൻ നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് പേരിടുകയായിരുന്നു. അന്ന് പേര് തപ്പിയപ്പോൾ കിട്ടാഞ്ഞത് കൊണ്ട് എന്നാൽ ഈ പേര് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ടീച്ചർ അങ്ങനെ എടുത്തൊരു തീരുമാനം ഇന്ന് വലിയൊരു സക്സസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് നല്ല പ്രോഡക്റ്റ്. നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു എല്ലാം നാച്ചുറലായിട്ട് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാതെ അല്ലേ? ഞങ്ങൾ അച്ചാറുകളൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേനും ഓർഡർ അനുസരിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ പുറത്തൊക്കെ വിദേശത്തൊക്കെ പഠിക്കുന്ന പിള്ളേരെ, ജോലിക്കാരൊക്കെ വന്ന് പറയും. അപ്പോഴത്തേനും നമ്മൾ ഒരു 4 കിലോ 5 കിലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു ഓർഡർ സ്വീകരിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും സൂക്ഷിച്ചേക്കുള്ളൂ ചെയ്യത്തുള്ളൂ. മിസ്സേ, ഇപ്പോൾ പല ആളുകളും നമുക്കറിയാം
യുവജനങ്ങളാണെങ്കിൽ പോലും വൈറ്റ് കോളർ ജോബ്സിനോടാണ് ഇഷ്ടം. മിസ് ദീർഘനാൾ ഒരു കോളേജിൽ അധ്യാപികയായിട്ട് പ്രവർത്തിച്ച ആളാണ്. ആൾ കൃഷിയിലേക്ക് വരികയാണ്, കൃഷി ഇത്രത്തോളം സ്നേഹിക്കുകയാണ്, ഇതിൽ നിന്ന് ഇത്രയും വരുമാനം നമുക്ക് നേടാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മിസ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ എങ്ങനെയാണ് നമുക്ക് ഇതിന് മിസ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ളൊരു ഇത് മിസ്സിന് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ, ഇൻകം കിട്ടുന്നുണ്ടോ? ഒരുപാട് ഇൻകം കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം, നമുക്ക് കൃഷിക്കാർക്ക് അങ്ങനെ വലിയ വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. പിന്നെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഞാനിപ്പം ഈ വർഷം മുതലാണ് ഞാൻ കോളേജിൽ പോകാത്തത്. അപ്പോൾ എനിക്ക് എൻ്റെ നീഡിനുള്ള ഒരു വരുമാനം, അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ്സ് വിറ്റഴിക്കുക, അങ്ങനെയുള്ള നാച്ചുറൽ പ്രോഡക്റ്റ്സ് നമ്മളെ ജനങ്ങളിൽ എത്തിക്കുക. പിന്നെ പഴയ രുചികളുണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഇങ്ങനെ ചമ്മന്തിപ്പൊടി, അല്ലെങ്കിൽ ഇങ്ങനെ തേൻ നെല്ലിക്ക അച്ചാറുകൾ, ഈ ഉണങ്ങിക്കൊടുക്കുന്ന ഈ പ്രോഡക്റ്റ്സ്, ഇതൊക്കെ ഒത്തിരി ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യാൻ എനിക്ക് താല്പര്യമാണ്. 1-2 പേരൊക്കെ ഓർഡർ പറയുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനുള്ള താല്പര്യം കൂടും. അപ്പം വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ചക്കയുടെ സീസണായപ്പോൾ ചക്ക ആദ്യം ഉണങ്ങിയ മുഴുവൻ പ്രോഡക്റ്റും പോയി. അപ്പോൾ ഞാൻ അടുത്ത ചക്ക ഇനിയും ചെയ്യാനുള്ള ആവേശമാണ് നമുക്ക്. മിസ്, നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ പ്രിയപ്പെട്ട കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമുക്ക് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുന്ന വെബ്സൈറ്റ് ജെയിൻ നാച്ചുറൽ പ്രോഡക്ട്സ് തന്നെ ആണ്. മതി കിട്ടും. അപ്പം വളരെ ശുദ്ധമായ രീതിയിൽ മിസ്സിൻ്റെ പാഷനെ പ്രൊഫഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് അറിയപ്പെടുന്ന ഒരു സംരംഭകയാണ്. ജെയിൻ നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന കമ്പനിയുടെ മുതലാളിയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഒരുപാട് വനിതകൾക്ക് മിസ് ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. മിസ്സിൻ്റെ ഈ ഒരു സക്സസ്, മിസ്സിൻ്റെ ഈ ഒരു യാത്ര ഇനിയും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും മിസ്സേ.